The sun is the center of the solar system. Earth is the third planet. ടീച്ചർ, ഞാൻ സ്കൂളിൽ ചേരാൻ വന്നതാ. ചേർന്നോട്ടെ? നീ ഏതാ കുട്ടി? അമ്മു. അമ്മു? പ്രസന്റ് ടീച്ചർ. ഇന്ന് എന്നെ സ്കൂളിൽ ചേർക്കണം പ്ലീസ് ടീച്ചർ. അടി വേണോ നിനക്ക്? പൊയ്ക്കോ. ഇല്ല, ഞാൻ പോവില്ല. നിനക്കൊന്ന് കൊള്ളണം. Where is she? അറിയില്ല ടീച്ചർ. എവിടെ ചോദിച്ചത്? പോയി ടീച്ചർ. Let us continue. How many planets are there in our solar system? അറിയാവുന്നൊരു കൈപോക്കൂ. A B C D E F G H I J K L M N O P P Q R. നീ ഇതുവരെ പോയില്ല അല്ലേ? നിന്നെ ഇന്ന് ഞാൻ കയ്യിന്ന് കിട്ടിയാലുണ്ടല്ലോ. എന്താ ഇവിടെ ബഹളം? സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞ് ഈ കുട്ടി ക്ലാസ്സിൽ കയറി വന്ന് ബഹളം വെക്കാം മാഡം. കുട്ടി, നീ ഏതാ? ഞാൻ അമ്മുവാ. അമ്മോ? നിന്റെ വീട് എവിടെയാ? മാഡം, ഇത് കാരുപറമ്പിൽ സണ്ണിച്ചായന്റെ മോളാ. എന്റെ വീടിനടുത്തുള്ളതാ. ആണോ? നീ ചെന്ന് അയാളെ വിളിച്ചോണ്ടു വാ. ആ. ബ്രേക്കില്ല. എല്ലാരും മാറിക്കോ, ഇത് ഞാൻ താഴെ ഇടും. എല്ലാരും മാറിക്കോ, മാറാൻ. ഇത് താഴെ ഇടും ഞാൻ. അത് ഇത്തിരി വിലയുള്ളതാ. മര്യാദയ്ക്ക് അതിങ്ങോട്ട് തന്നിട്ട് എന്റെ മേശപ്പുറത്തുനിന്ന് അറിയിക്കേ. ഇല്ലെങ്കിൽ അടിച്ചാൽ ചണ്ടു പൊടിക്കും. അടിക്കോ അടിക്കോ, എന്നെ ഞാനീ താഴെ ഇടും. ഓ നോ, അടിക്കില്ല അടിക്കില്ല. എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറ. അമ്മോ, താഴെ ഇറങ്ങ്, കൊന്നുകളയും ഞാൻ. എന്നെ വല്ലതും ചെയ്തെടുത്ത് എറിയും ഞാൻ. അന്ന് എന്റെ അവസാനമായിരിക്കും. ഇറങ്ങി താഴെ. അടിക്കും പോം. പ്ലീസ് സ്റ്റോപ്പ്. നോ, അല്ല ടീച്ചർ, ദിസ് ട്രബിൾ ഗേൾ, ബാഡ് ക്യാരക്ടർ. സോറി. മതി മതി, മലയാളത്തിൽ പറഞ്ഞാ മതി. ഇത് നിങ്ങളുടെ കുട്ടിയല്ലേ? യെസ്. അല്ല നോ, അല്ല അതെ. അവൾ എന്താ സ്കൂളിൽ ചേർക്കാത്തത്? അവൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. 3? അതെ, 3 വയസ്സേ ഉള്ളൂ. മാഡത്തിന് വിശ്വാസം വരുന്നില്ലല്ലേ? സത്യം. ഇവളെ കണ്ടാ 10 ദിവസം ഒന്നിക്കും, സംസാരിക്കുമ്പോ 30. കാരണം ഞാൻ ഇവൾക്ക് എന്നും രാവിലെ കൂവരക് കലക്കി കൊടുക്കും. അതുകൊണ്ടാണ്. താൻ എന്തോ കലക്കി കൊടു. വാചം അടിക്കാതെ അതൊന്നും മേടിച്ചതാ. ഫാദർ മുതുകുന്ന റോമിന്ന് കൊണ്ടുവന്ന് തന്നതാ. ആണോ? റോമിന്ന് കൊണ്ടുവന്നാണോ? മാഡം സമാധാനിക്കണം, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ പുന്നാര മുത്തല്ലേ, അതിങ്ങി താ. പപ്പ പി മേടിച്ചു തരാം, ഗുലാബ് ജാം മേടിച്ചു തരാം. ഗുലാബ് ജാം അതൊന്നും എനിക്ക് വേണ്ട. എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറ. ചേർക്കാം. സത്യം? അയ്യോ, താഴെ ഇടല്ലേ. ഞാൻ തലേ തൊട്ട് സത്യം ചെയ്യാം. സത്യം, സ്കൂളിൽ ചേർക്കാം. ഇതാ. എന്നാ ഇതാ. നല്ല മോള്. മാഡം, കുഞ്ഞുങ്ങളെ മെരുക്കുന്നതിന് ഒരു നാക്ക് വേണം. അവരടിച്ചു കളയും കൊന്നുകളയും പറയാൻ പാടില്ല. അതാണ് സൈക്കോളജി. ആ കാര്യത്തിൽ ഞാനൊരു മിടുക്കനാ. ഒരിക്കലും അവൾ വീടിന്റെ കൂരപ്പുറത്ത് കയറി താഴോട്ട് ചാടും താഴോട്ട് ചാടും പറഞ്ഞ് പേടിപ്പിച്ചു. ഞാൻ കുലുങ്ങിയില്ല. മോളെന്ന് വിളിച്ചാൽ 2 നീട്ടി. ഇറങ്ങി പോണോ അവിടുന്ന്? ആ, സെലീനെ, സ്റ്റോപ്പ്. എടി സെലീനെ. അമ്മു. മമ്മ, എന്താ അമ്മു, നീ എവിടായിരുന്നു? ഞാൻ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങിയതാ. ആ സ്കൂള് തവിട് പൊടിയാക്കി ഈ സാധനം. എന്താ അമ്മു? ഞാൻ പഠിക്കാൻ പോയതാ. നിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇച്ചായ, അവള് മനഃപൂർവ്വം അല്ലല്ലോ. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാണുമ്പോ അവൾക്കും ആഗ്രഹം തോന്നൂലേ? അങ്ങനെ ഇവളുടെ ആഗ്രഹത്തിന് തുള്ളാൻ നിന്നാലേ നമ്മുടെ കട പൂട്ടിപ്പോവും. അധികം കരുതൽ ഇവളുടെ പേർക്ക് ഇനി വേണ്ട. നിന്നെ ഞാൻ കോളേജിൽ ചേർക്കാം. ഓ, ആ സ്വാമി സ്വാമി ഒന്ന് സുഖാണല്ലോ സ്വാമി? പരമസുഖം. ആ, തന്നെ അങ്ങോട്ട് കാണാത്തോണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാ. നല്ലത്. എത്തിക്കാനുള്ള കാശ് ഉടനെ എത്തിക്കാൻ നമ്മൾ പോയേക്കാം. അല്ല, അതെ, ഈ ചെക്കുകൾ ബാങ്കിൽ കൊടുത്തപ്പോ പണമില്ലെന്നും പറഞ്ഞ് അവര് തിരികെ തന്നു. ബാങ്കിൽ പോലും കാശില്ലാത്തപ്പോ പിന്നെ ഞങ്ങളുടെ ഇവിടുന്ന കാശ് അല്ലേ ചേട്ടാ? അല്ല സ്വാമി. ഓ, തെമ്മാടിത്തരം പറയുന്നതിനൊരു അതിലുണ്ട്. ചണ്ടാണ്. ഇനി ഒരു സമാധാനം നമുക്ക് കേൾക്കണ്ട. എനിക്ക് കിട്ടാനുള്ള മുതലും പലിശയും ചേർത്ത് 67,355 രൂപ ഉടനെ കിട്ടണം. ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് എത്തി കിടക്കും. സ്വാമി, കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കണം. തുണി ഉടുത്തതിനല്ല, കൊടുത്തതിന്റെ കുറച്ച് കാശ് വരാനുണ്ട്. എത്ര ഉലുവ? 2,25,300 അല്ലേ സെലീനെ? അയ്യടാ, 3-4 അടിപ്പാവാടയും 2-3 ചെട്ടി അടിച്ചു കൊടുത്തതിന് തന്റെ 2,25,000 ഉലുവ. എനിക്കൊന്നും അറിയണ്ട. ചേറ്റ ഏർപ്പാടായി പോയി. പോയി. ഞാൻ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാണ്ട് നിന്നാണല്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ സ്വാമി. കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം.
അമ്മുന്റെ കേസ് വിധിയായാൽ ഉടനെ കാശ് കിട്ടും. തവേന്ന് ഞാൻ രൂപ ഇവിടെ എത്തിക്കും. താൻ ഇനി ഒരിക്കലും ഒഴിവ് കഴിവ് പറയാത്ത രീതിയിൽ ആ. വേണ്ട ഏർപ്പാട് നാം ഉണ്ടാക്കിക്കോളാം. ഗർദ്ധവ. ഏ? ഗർഭഭ. ദേ പിന്നെ ആ. വക്കീൽ ഓഫീസിൽ നിന്ന് ഗുമസ്തം വന്നിരുന്നു. ഓ. നാളെ വിസ്താരം ഉള്ളതുകൊണ്ട് തീർച്ചയായും അമ്മൂനെയും കൂട്ടി അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ഉം. പറഞ്ഞ പോലെ ചെയ്തോണം. നമസ്കാരം വക്കീൽ അങ്കിൾ. എന്താ ഒരു പുതിയ നമസ്കാരം? അങ്കിളിനെ കണ്ടുടനെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ശരിപ്പെടുത്തി പാപ്പ പറഞ്ഞു. അത് മോളെ ഒന്ന് സ്മാർട്ട് ആക്കാൻ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കിടുങ്ങി. കുഴപ്പം വല്ലതും? ഏയ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആ. നാളത്തെ വിസ്താരത്തിൽ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അതൊന്ന് ഓർമ്മിപ്പിക്കാനാ. അതേ തന്നെ ഏറ്റു. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ട തുകയ്ക്ക് വിധി ഉണ്ടായില്ലെങ്കിൽ ഞാൻ വീണ്ടും മുങ്ങേണ്ടി വരും. 6 ലക്ഷം രൂപയാണ് നമ്മൾ ആകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ. അത്രയും കിട്ടിയില്ലെങ്കിലും 4 ലക്ഷം ഉറപ്പാ. അതുപോലെ. ഓ അത് മതി, ധാരാളം മതി. ആ പിന്നെ വിസ്താരത്തില് ഇവള് പറയുന്ന മറുപടിയൊക്കെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങള്. വക്കീല് പറഞ്ഞു തന്ന പോലൊക്കെ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. സംശയമുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്ക്. അമ്മൂട്ടെ, വക്കീലങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പപ്പ പറഞ്ഞു തന്ന പോലെ നല്ല മണിയായിട്ട് മറുപടി പറയണം. ചോദിക്കേ. ആ അമ്മുട്ടിയോട് മോള് സുഖമില്ലാതെ കുറെ നാൾ ആസ്പത്രിയിൽ കിടന്നിരുന്നോ എന്ന് ചോദിച്ചാ മോൾ എന്തു പറയും? കിടന്നില്ലാന്ന് പറയും. ഉം. കിടന്നിട്ടുണ്ടെന്ന് പറയണമെന്നല്ലേ പപ്പ പറഞ്ഞത്? അതെ. പിന്നെ എന്താടി തെറ്റിച്ചേ? ആ? ഈ നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാ മോൾ എന്തു പറയും? പപ്പ ഇപ്പൊ ഇരിക്കല്ലേ, നിക്കല്ലല്ലോ. എടോ സന്നിധ ആകെ കുഴക്കുന്ന ലക്ഷണമാ. ശരിയാക്കാം സാർ. ഇവിടെ കാര്യം, ഞാൻ മോടെ പപ്പയല്ല, മോള് താമസിക്കുന്ന വീട്ടിലെ ആരാ ആരാ ഗുലാബ് ജാം ഗുലാബ് ജാം. ഗുലാബ് ജാമോ? അത് മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണ് സാർ. ആ എന്നാ ഇനി പറയൂ, ഈ നിൽക്കുന്നത് അമ്മുന്റെ ആരാ? ഞാൻ താമസിക്കുന്ന വീട്ടിലെ അങ്കിൾ. ആ. ശരിയല്ലേ പപ്പ? ഓ ശരി ശരി. മിടുക്കി. സണ്ണി ഓ ട്രെയിനിങ്ങിൽ പോരാ. ശ്രമിച്ചു നോക്കാം വക്കീലെ. ഇവളെ 1 വർഷം ആശുപത്രിയിൽ കിടത്തിയതാണല്ലോ. അതിന്റെ ബില്ലുകളൊക്കെ സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഈ സത്യനാഥനെ കുറിച്ച് താൻ എന്ത് വിചാരിച്ചു? ആ. താൻ ധൈര്യമായിട്ട് ഇരിക്കടോ. ആ. ഇനി നമുക്ക് കോടതിയിൽ കാണാം. ആ. ഉം.